ഫ്രൂട്ട് സലാഡിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സേമിയ കസ്റ്റാർഡ്. കുറഞ്ഞ ഫ്രൂട്ട്സും മതി, ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്, അടിപൊളി ടേസ്റ്റുമാണ്. ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് 1/4 കപ്പ് സേമിയ ചേർത്തിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനിയിപ്പോൾ വറുത്ത സേമിയ ആണെങ്കിലും ഇതുപോലെ നെയ്യിലിട്ടിട്ടൊന്ന് കളർ മാറ്റിയെടുക്കുന്നത് നല്ലതാണ്, വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. സേമിയക്ക് നന്നായിട്ട് കളർ മാറി വന്നാൽ ഇനി ഇതിലേക്ക് നല്ല ചൂടായിട്ടുള്ള 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നാൽ ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 7 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്ന ഈ ഒരു സമയത്ത് ഒരു ബൗളിൽ ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിൽ കുറച്ച് പാല് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കട്ടയില്ലാതെ നന്നായിട്ട് കലക്കിയെടുത്തതിന് ശേഷം ഈ ഒരു മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി, കൈയെടുക്കാതെ തന്നെ ഇളക്കി വേവിച്ചെടുക്കാം. കസ്റ്റാർഡ് പൗഡർ ചേർത്താൽ പിന്നെ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഇതിലേക്ക് ഒന്നും കൂടി ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് 1/2 ടിന്ന് മിൽക്ക് മെയ്ഡും 1 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് മിക്സാക്കി എടുക്കുന്നുണ്ട്. സേമിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയാൽ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് തണുത്ത് കിട്ടിയാൽ മതിയാവും. ഇനി സെർവ് ചെയ്യുന്ന സമയത്ത് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം. പിന്നെ മധുരമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ മുന്നിട്ട് നിൽക്കണം കേട്ടോ. തണുത്ത് വരുമ്പോൾ മധുരം കുറച്ച് കുറവായിട്ട് തോന്നും, അപ്പോൾ മധുരമൊക്കെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഫ്രൂട്ട്സുകൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് അനാറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കസ്കസ് കുറച്ച് നേരം വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്ക് പെപ്പറായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്